എല്ലാ ടീംസ് അപ്പോൾ അങ്ങനെ നമ്മളൊരു പുതിയ കഥ തുടരുകയാണ്. നമ്മളൊരു തർസ്ഥലത്ത് പോയ ഒരു കഥനെ പറ്റിയാണ് പറയുന്നത്. അത് രസകരമായൊരു സംഭവമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ ഈ തർസ്ഥലത്തായതുകൊണ്ട് എന്താ പറയുക, നമ്മളെ ഭക്തന്മാർ കൂടുതലല്ലേ, അപ്പോൾ തെറ്റിദ്ധരിക്കരുത് ആരും. ഇതൊരു കഥ ആയിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ. ഓക്കെ, അങ്ങനെ ഞാൻ തർസ്ഥലത്തെ കഥ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ തർക്കാരൻ്റെ ഒരു പേരിടാൻ എന്തായാലും രാമൻകുട്ടി എന്നാ പേര്. അപ്പോൾ രാമൻകുട്ടിയും വേറെ ആളും ഭഗവത്തറ കെട്ടിയതാണ്. തറ കെട്ടി 2 റൗണ്ട് കഴിഞ്ഞ് താലൊക്കെ വാങ്ങി വെക്കുമല്ലോ, തറേൻ്റെ മുകളിൽ ഭഗവതി എടുത്ത താലൊക്കെ വാങ്ങി വെക്കും. അങ്ങനെ വാങ്ങി വെച്ച ടൈമിന് ഒരു റൗണ്ട് കൂടി ഭഗവതികളിങ്ങനെ ചുറ്റുമ്പോൾ ഈ രാമൻകുട്ടിയാൻ്റെ മോള് പറയാ, അച്ഛാ ഒരു റൗണ്ട് கொஞ்சம் കൈ പിടിച്ചിട്ട് നമ്മളെ വീട്ടിലെ പയ്യ അയിഞ്ഞു അതിനെ കെട്ടാൻ വേണ്ടിയായി അമ്മ വരാൻ പറഞ്ഞിരുന്നു ഭഗവത്തറ കെട്ടിയ ആളോട്. അങ്ങനെ മൂപ്പര് പറഞ്ഞ്, ഈ ഇപ്പോൾ തിരക്കൂട്ടല്ലേ, ഞാൻ റൗണ്ട് കൂടി ഇങ്ങനെ പോയി വന്നിട്ട് മെല്ലെ ഞാൻ നമ്മളെ താഴോട്ടൊരു ചെറിയ വഴിയുണ്ട്, ആ വഴിക്ക് വരാമെന്ന് പറഞ്ഞു മൂപ്പര്. അപ്പോൾ ആ വഴിക്ക് മൂപ്പര് വരാമെന്ന്. വലിയ അമ്പലം എന്നല്ല, ചെറിയൊരു കാവാണ്. അവിടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ട്, സെറ്റപ്പ് കാവ് കേട്ടോ. സംഭവം വേറെ കാര്യം. ഇതിലൂടെ നാട്ടിൻപുറത്തുള്ളൊരു സംഭവമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു എന്നുള്ളൂ, ഇതിനാളും തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. അങ്ങനെ ഇവർ നേരെ ഈ ചെറിയൊരു ഊടുവഴിയുണ്ട്, അതിലൂടെ അവിടെ ഇറങ്ങിപ്പോയി. ഇയാൾ പോണ പോക്കിൽ ഇയാൾ മോളും പോവാം. മോളോട് പറഞ്ഞ് ഈ അമ്പലത്തിലേക്ക് കയറിപ്പോയിക്കാൻ ഞാൻ വരാറുണ്ട്. ഇയാൾ പോണ പോക്കിൽ താഴെ തട്ടിലെത്തിയപ്പോൾ ഇവരെ വീടെടുത്തുള്ള ഒരു കുറച്ചപ്പുറത്ത് താഴെ ഭാഗത്ത് ഒരു അടുക്കള ഭാഗത്ത് പാത്രം കൈകൊണ്ടൊക്കെ ഒരു പെണ്ണുങ്ങൾ മൂപ്പരെ കണ്ട്. ഇത് സിനിമയിലൊക്കെ ഉണ്ട്, ഇനി ഇത് സിനിമത്തെ കഥ അല്ല. അങ്ങനെ മൂപ്പരെ കണ്ട് പേടിച്ച് തൊഴുത് നിന്ന്. മൂപ്പരെ എന്നും ചീത്ത പറയുന്നേ വീട്ടിലെ പെണ്ണുങ്ങളെ. ഇനി മൂപ്പര് ഒരു പണി കൂടി കൊടുക്കാല്ല വിചാരിച്ചു മൂപ്പത്തിൻ്റെ അടുത്ത് എന്ന് കൈ ഉയർത്തിയിട്ട് ഒന്ന് വര കൊടുത്ത്, അതോടുകൂടി മൂപ്പത്തി ബോധം കിട്ട് കൂടി. ഇതെങ്ങനെ ഞാൻ അറിഞ്ഞു വെച്ചാൽ, ഒരു ദിവസം ഇയാൾ എന്നോട് ഈ കഥ അങ്ങനെ പറയുക. പിന്നൊരു ദിവസം, കാരണം ഞാൻ ചെന്ന കാവാണ്. പിന്നൊരു ദിവസം ഞാൻ ഈ മൂപ്പരോട് ചോദിച്ചു, ഞങ്ങളെന്താ എത്രയോ സമയം പോയിട്ട് നിങ്ങളെന്താ വരാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് ഈ കഥനോട് പറയുക. അപ്പോൾ ഇങ്ങനെ മൂപ്പര് ആ വീട്ടിലെ പെണ്ണുങ്ങൾ ബോധം കിട്ട് വീണി. അപ്പോൾ കത്തിയാന്ന് നിങ്ങൾ വിചാരിക്കും, കത്തിയല്ല, ഒറിജിനൽ കഥ. അങ്ങനെ മൂപ്പര് അതിലൊക്കെ പോയി കറങ്ങി നടക്കുന്ന ടൈമിന് ഒരൊറ്റ തിരക്കാരൻ ഇവിടെ കളിച്ച് കുഴങ്ങുക. ഒരാൾ കളിച്ച് കുഴഞ്ഞ് മാറി നിൽക്കുമ്പോഴാണ് മറ്റാൾ ഇറങ്ങി കളിക്കുക. അതിനുള്ള അവസരം അവിടെ അല്ല. കാരണം എന്താ പറയുക, മറ്റാൾ ഈ പയ്യനെ തെരഞ്ഞു പോയതല്ലേ, ഇയാൾ മറ്റാൾ കളിച്ച് ഊപ്പാടെ ഇളകി നൊര തുപ്പാനായി. അത്രയ്ക്കും ഇതായിപ്പോയി. ആ ടൈമിന് മറ്റാൾ ഇങ്ങോട്ട് വന്ന് കയറിയിട്ട് ഇയാൾ കടിച്ചും പിടിച്ച് കൊല്ലു. ആ ദേഷ്യൻ്റെ കൂടെ കളിക്കുന്നവർക്ക്. അപ്പോൾ ടീംസ്, ഈ കഥ നാളത്തേക്ക് ബാക്കി വെക്കുകയാണ്. അപ്പോൾ ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കില്ല. അപ്പോൾ എന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ഇടുക, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ടീംസ്, ഓക്കെ. ഇത് തമാശയല്ല കേട്ടോ, നല്ല കഥയാണ്, ഒരു കോമഡിയും പാടെയാണ്. ആരും നമ്മളെ തെറ്റിദ്ധരിക്കരുത്. ഇത് കഥയായിട്ട് മാത്രം കാണട്ടോ. ഇനി ലാസ്റ്റ് ഇനി ഇതിൻ്റെ ബാക്കിൽ കമൻറ്റ് എന്താ വെച്ചിട്ടുള്ളൂ, ഒരു വിഷയമേ അല്ല. ഓക്കെ ടീംസ്, ഇതിൻ്റെ ബാക്കി നാളെ പറയും. ഓക്കെ.